ഞാൻ ആ ഭ്രാന്തുള്ള മനുഷ്യനെ പലയിടത്തും കണ്ടിട്ടുണ്ട്. മിക്കപ്പോഴും ബസ് സ്റ്റോപ്പിലെ വെയിറ്റിംഗ് ഷെഡിൽ അയാൾ ചിന്താമഗ്നനായിരിക്കുന്നത് കാണാം. മുഷിഞ്ഞു നാറുന്ന വസ്ത്രവും നീണ്ടു തിങ്ങിയ ജട പിടിച്ച മുടിയുമുള്ള അയാൾ വെയിറ്റിംഗ് ഷെഡിലെ ബെഞ്ചിലിരിക്കുമ്പോൾ ഞങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും അയാളുടെ അടുത്ത് നിൽക്കാൻ പോലും അറപ്പും ഭയവുമായിരുന്നു. റോഡിലെ നിർമ്മാണ പ്രവർത്തനവും ട്രാഫിക് ബ്ലോക്കുമൊക്കെ എൻ്റെ ഡ്രൈവിങ്ങിനെ കൂടുതൽ ദുഷ്കരമാക്കിയത് കൊണ്ടാണ് ഞാൻ ബസ്സിൽ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയത് തന്നെ. കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ അയാൾ നഗരത്തിലെ തിരക്കേറിയ തെരുവിലൂടെ വളരെ വേഗത്തിൽ നടന്നു പോകുന്നത് കണ്ടു. ഇത്രയും കിലോമീറ്ററൊക്കെ അയാൾ നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു സോളോ ട്രിപ്പ് പോയാലോ എന്ന് മനസ്സിലൊരു തോന്നൽ. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. കുറച്ചു ദിവസമായി യാത്രയൊന്നും പോകാതെ പൊടി പിടിച്ച് പോർച്ചിൽ കിടന്ന ഹോണ്ട ജാസ് കാറിലേക്ക് ചെറിയൊരു ട്രാവൽ ബാഗും എടുത്തിട്ട് ഞാൻ യാത്ര പോയി. ഹസ്ബൻഡ് വിദേശത്തും മകൾ ഹോസ്റ്റലിൽ നിന്നുമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് മിക്കപ്പോഴും എൻ്റെ യാത്രകളൊക്കെ തനിച്ചായിരുന്നു. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് അധിക ദൂരമൊന്നും പോകാതെ സാധാരണ പോകുന്ന കാഞ്ഞിരപ്പള്ളി നെടുങ്കണ്ടൻ റൂട്ടിലൂടെയായിരുന്നു എൻ്റെ യാത്ര. ഇടയ്ക്ക് കണ്ട് ഒന്ന് രണ്ട് വ്യൂ പോയിന്റുകളിൽ കാറ് നിർത്തി കുറച്ചു സമയം വിശ്രമിക്കുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്തു. ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം സ്ട്രീറ്റ് ഫുഡ് കഴിച്ചതുകൊണ്ട് വിശപ്പൊന്നും എനിക്ക് തോന്നിയില്ല. 4 മണിയോടെ കോട വീണു തുടങ്ങിയപ്പോൾ മൊട്ടക്കുന്നിലെ പുൽത്തകിടിയിൽ ആലസ്യത്തോടെ കിടന്ന ഞാൻ കിടപ്പ് മതിയാക്കി പതിയെ എഴുന്നേറ്റു. വാഗമണ്ണിലെ തണുപ്പ് തളർത്തിയത് കൊണ്ടാവാം എൻ്റെ ഹോണ്ട ജാസ് ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ കാണിച്ചു. 4ാമത്തെ പ്രയത്നത്തിൽ വിജയിച്ച ഞാൻ സമയം പാഴാക്കാതെ മലയിറങ്ങാൻ തുടങ്ങി. പകല് മങ്ങിത്തുടങ്ങി. കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തുന്ന ഒരു ഷോർട്ട് കട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിലെ പോകാറുള്ളതാണ്. ഇരുള് വീഴുന്നതിന് മുമ്പ് ഹൈറേഞ്ച് താണ്ടാൻ ഞാൻ കാട്ടുവഴിയെ ആശ്രയിച്ചു. മഹാഗണിയും തേക്കും പെരുമരവുമൊക്കെ ഇടതൂർന്നു നിൽക്കുന്ന കാട്ടുവഴിയിലൂടെയുള്ള യാത്ര എനിക്കൊരു പ്രത്യേക ഫീലായിരുന്നു എന്ന് തന്നെ പറയാം. ഏതാണ്ടൊരു 4-5 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ കാറിൻ്റെ മുൻഭാഗത്ത് നിന്ന് വെടിപെട്ടുന്നത് പോലെയുള്ള ഒരു ശബ്ദം. അത് കേട്ടതും കാറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കുറ്റിക്കാട്ടിലേക്ക് വഴുതി പോകാനൊരുങ്ങിയ ഹോണ്ട ജാസിനെ എൻ്റെ വരുതിയിലാക്കി. ഒരു വിധത്തിൽ ഞാൻ ബ്രേക്കിട്ട് അവനെ നിർത്തി. ഡോറ് തുറന്ന് വെളിയിലിറങ്ങി ഞാൻ കണ്ടത് മുന്നിലെ വലത് ടയർ വെടി തീർന്നതാണ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? എനിക്കാകെ പരിഭ്രാന്തിയായി. മാറ്റിയിടാനുള്ള സ്റ്റെപ്പിന് ഡിക്കിൽ ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയാണത് ചെയ്യാനെന്നറിയില്ല. ഏത് നേരത്താണോ ഈ കാട്ടുവഴിയിലൂടെ കയറി വരാൻ തോന്നിയത്? മെയിൻ റോഡായിരുന്നെങ്കിൽ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വരുമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ചു ദൂരെ നിന്നും ഒരു ബൈക്കിൽ 2 യുവാക്കൾ കത്തിച്ചു വരുന്നത് കണ്ടത്. ഞാൻ പെട്ടെന്ന് അവരെ കൈ കാണിച്ച് നിർത്തി. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഓ, വൈ നോട്ട് എന്നും പറഞ്ഞ് അവർ 2 പേരും ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങി. അവരുടെ ആ സംസാരത്തിലെ കുഴച്ചിലും നിലത്തുറയ്ക്കാത്ത കാലുകളും കണ്ടപ്പോഴാണ് 2 പേരും നല്ല രീതിയിൽ കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇത് വയ്യാവേലി ആകുമോ? അങ്ങനെ ഞാൻ ചിന്തിച്ചു നിൽക്കുമ്പോൾ ഒരുത്തൻ എൻ്റെ തോളിൽ തട്ടിയിട്ട് ഡിക്കി തുറക്കാൻ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ കാറിൽ നിന്ന് കീ ഊരിയെടുത്ത് ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു. ചേച്ചി, ഇനി അതിൽ നിന്ന് സ്പാനറും ജാക്കി ലിവർ എടുത്തതാ. ഞാൻ ജാക്കി എടുക്കാനായി ഡിക്കിക്കുള്ളിലേക്ക് കുനിഞ്ഞതും കൂടെ നിന്നവൻ എൻ്റെ പിന്നിൽ വന്നിട്ട് 2 കൈകൾ കൊണ്ടും എൻ്റെ പിന്നഴകിൽ അമർത്തിയൊരു പിടുത്തം. നടുങ്ങിപ്പോയ ഞാൻ ചാടി നിവർന്നിട്ട് അവൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചു. ആഹാ, അത് കൊള്ളാമല്ലോ. വഴിയെ പോയ ഞങ്ങളെ തടഞ്ഞ് സഹായം ചോദിച്ചിട്ട് നീ ഞങ്ങളെ തല്ലുന്നൊടി. എന്നാൽ പിന്നെ നിന്നെ ഈ കൊടുങ്കാട്ടിൽ വെച്ച് റേപ്പ് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. തല്ലുകൊണ്ടവൻ എന്നെ കടന്നു പിടിച്ചപ്പോൾ കൂടെ നിന്നവൻ എൻ്റെ കൈകൾ പുറകിലോട്ട് പിടിച്ചിട്ട് എൻ്റെ സാരിത്തുമ്പ് കൊണ്ട് എൻ്റെ കൈ 2 ചേർത്ത് കെട്ടി. ഞാൻ സകല ശക്തിയും എടുത്ത് കുതറി. പക്ഷേ ആരോഗ്യ ദൃഢഗാത്രരായ അവരോട് മല്ലിട്ട് ജയിക്കാനാവാതെ എൻ്റെ ശരീരം കുഴഞ്ഞുപോയി. എല്ലാം തീർന്നു. എന്നെ അവർ പിച്ച് ചീന്തുമെന്ന് ഉറപ്പായി. അവരുടെ ആ കാമാസക്തിക്കൊടുവിൽ ജീവന്റെ തുടുപ്പ് മാത്രമുള്ള ചോര പൊടിയുന്ന എൻ്റെ നഗ്ന ശരീരം ഏതെങ്കിലും കാട്ടരുവിയിൽ അവർ ഉപേക്ഷിക്കും. നാളത്തെ പത്രമാധ്യമങ്ങളിൽ അത് ഹോട്ട് ന്യൂസായി വരുന്നത് എൻ്റെ മകളും ഭർത്താവും ഞെട്ടലോടെ കാണും. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. പൊടുന്നനെ എന്നെ മുറുകെ പിടിച്ചവൻ ആരോ എടുത്തെറിഞ്ഞതുപോലെ ദൂരേക്ക് തെറിച്ചുപോയി.
എൻ്റെ രക്ഷയ്ക്കെത്തി എൻ്റെ രക്ഷയ്ക്കെത്തിയ ആ പ്രാകൃത വേഷക്കാരനെ കണ്ട് ഞാൻ പകച്ചു നിന്നു. അത് അയാളായിരുന്നു, ഞാൻ എന്നും കാണുന്ന ആ ഭ്രാന്തൻ. എന്നെ പിന്നിൽ നിന്ന് പൂട്ടിയ രണ്ടാമൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചിട്ട് ആ ഭ്രാന്തൻ പുറംകാലുകൊണ്ട് ഒറ്റത്തൊഴിക്ക് അവനെ ദൂരേക്ക് വലിച്ചെറിയുന്നത് ആശ്ചര്യത്തോടെ ഞാൻ നോക്കി നിന്നു. അയാളുടെ ആ കരത്തിൻ്റെ ശക്തി അറിഞ്ഞതുകൊണ്ടാവാം അവർ പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ബൈക്കിൽ കയറി ജീവനും കൊണ്ട് പാഞ്ഞുപോയി. എന്നെ ഒന്ന് നോക്കി പല്ലിളിച്ചിട്ട് ഒന്നും മിണ്ടാതെ കാറിനരികിലൂടെ നടന്നുപോയ ആ ഭ്രാന്തൻ പെട്ടെന്ന് പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. എന്തോ കണ്ടിട്ടെന്ന പോലെ പൊടുന്നനെ പിന്നിലേക്ക് നടന്നു വന്ന അയാൾ മുന്നിലെ വെടിതീർന്ന ടയറിൻ്റെ അടുത്ത് ചെന്ന് ഉറ്റുനോക്കിയതിനു ശേഷം കാറിൻ്റെ പിറകിലേക്ക് വന്നു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു റോബോട്ടിൻ്റെ ചടുലതയോടെ അയാൾ ഡിക്കിയിൽ നിന്നും ജാക്കിയും മറ്റും എടുത്ത് വെടിതീർന്ന ടയർ മാറ്റിയിട്ട് മിനിറ്റുകൾ കൊണ്ട് സ്റ്റെപ്പിന് ഇട്ടു. പഞ്ചറായ ടയറും ഡിക്കിയിൽ നിന്നെടുത്ത ടൂൾസുകളും തിരികെ വെച്ച് ഡിക്കി അടച്ച് താക്കോൽ എൻ്റെ നേരെ നീട്ടുമ്പോൾ അവിശ്വസനീയതയോടെ ഞാൻ അയാളെ നോക്കി നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇയാൾ ഭ്രാന്തനാണോ? ഭ്രാന്തുള്ള ഒരാൾക്ക് ഇങ്ങനെ വിവേകത്തോടെ പ്രവർത്തിക്കാനാകുമോ? ഒന്ന് നിൽക്കൂ. തിരിച്ചു നടക്കാനൊരുങ്ങി അയാളെ ഞാൻ പിന്നിൽ നിന്ന് വിളിച്ചു. സത്യത്തിൽ നിങ്ങൾ ആരാണ്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഭ്രാന്തനെ പോലെ നടക്കുന്നത്? നിങ്ങളുടെ വീട് എവിടെയാണ്? എത്ര ദൂരത്താണെങ്കിലും ഞാൻ നിങ്ങളെ വീട്ടിലെത്തിക്കാം. ഒരുപക്ഷെ സ്വബോധം നഷ്ടപ്പെട്ട ഏതെങ്കിലും സമയത്ത് വീട് വിട്ടിറങ്ങിയതാണെങ്കിലോ? തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പോകാത്തതാണെങ്കിലോ? അങ്ങനെ 100,000 സംശയങ്ങളെ മനസ്സിൽ നിന്നൊഴിപ്പിക്കാനായി ജിജ്ഞാസയോടെ ഞാൻ അയാളോട് ചോദിച്ചു. പഴയതുപോലെ എന്നെ നോക്കിയൊന്ന് പല്ലിളിച്ചിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് അയാൾ എൻ്റെ മുഖത്തിന് നേരെ പിടിച്ചു. സ്കൂൾ യൂണിഫോം ഇട്ട മിടുക്കിയായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരുന്നത്. +2കാരിയുടെ പ്രായമുണ്ടവർക്കെന്ന് എനിക്ക് തോന്നി. എൻ്റെ മോളാ, 2 വർഷമായി ഇവൾ സ്കൂളിലേക്ക് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നിങ്ങൾ ഇവളെ കാണുവാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. അത് കേട്ട് ഞാൻ പെട്ടെന്ന് അവളുടെ ഫോട്ടോ എൻ്റെ മൊബൈലിലേക്ക് ആഡ് ചെയ്തു. ഫോട്ടോ പോക്കറ്റിലിട്ടുകൊണ്ട് അയാൾ പൊടുന്നനെ തിരിഞ്ഞ് ദൂരേക്ക് നടന്നു മറഞ്ഞു. പിന്നീട് ഞാൻ വീട് വരെ കാർ ഡ്രൈവ് ചെയ്തത് അയാളുടെ മകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. അയാളുടെ ആ മകളെയും കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ അവളുടെ ഫോട്ടോ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തു. അന്ന് വൈകുന്നേരത്തോടെ ഗ്രൂപ്പിലെ എൻ്റെ പോലീസുകാരി കൂടിയായ കൂട്ടുകാരി സീന എന്നെ ഫോണിൽ വിളിച്ചു. അവൾ പറഞ്ഞതുപോലെ തന്നെ അയാളുടെ ചരിത്രം കേട്ട് ഞാൻ വേദനയോടെ ഇരുന്നു പോയി. ഭാര്യ മരിച്ചുപോയ അയാൾക്ക് ആകെ ഉണ്ടായിരുന്നത് +2 പഠിക്കുന്ന ഈ മകളായിരുന്നു. പെയിൻറ്റിംഗ് തൊഴിലാളിയായ അയാൾ എന്നും സൈക്കിളിലാണ് തൻ്റെ മകളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നതും തിരിച്ചു വിളിച്ചു കൊണ്ടുപോയിരുന്നതും. ഒരു ദിവസം വൈകുന്നേരം മകളെ വിളിക്കാൻ സ്കൂളിലേക്ക് ചെന്നപ്പോഴാണ് അവളെ കാണാനില്ലെന്ന് അയാൾ അറിയുന്നത്. തകർന്നു പോയ അയാൾ പോലീസിൽ പരാതി നൽകി. അതിൻ്റെ പിറ്റേ ദിവസം മകളെ കാമുകനോടൊപ്പം കണ്ടെത്തിയ പോലീസ് അയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പക്ഷേ മകൾക്ക് കാമുകനോടൊപ്പം പോയാൽ മതിയെന്നറിഞ്ഞ ആ മനുഷ്യൻ ഒന്നും മിണ്ടാതെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. പിന്നീട് അയാൾ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല. തെരുവിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ആരോടും മിണ്ടാതെയായി. കുളിക്കാനും വസ്ത്രങ്ങൾ മാറി ഉടുക്കാനും മറന്നു. പക്ഷെ ഒന്നു മാത്രം അയാൾക്ക് മറക്കാൻ കഴിഞ്ഞില്ല, തൻ്റെ മകളെ. അവൾ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ ദിവസവും സ്കൂളിനടുത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ അയാൾ കാത്തിരിക്കുന്നത്. സ്വാർത്ഥമതിയായ ആ മകൾക്കറിയില്ലല്ലോ, അമ്മയായും അച്ഛനായും സുഹൃത്തായും ആ അച്ഛൻ പകർന്നാടിയ വേഷങ്ങൾക്ക് പകരമാകാൻ ഒരു കാമുകനും കഴിയില്ലെന്ന്.